പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 17ാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ സിലബസ് അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ച് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം സിലബസിന്റെ നമ്മുടെ പാഠഭാഗങ്ങളുടെ മൊത്തം സിലബസിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററുകൾ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ട്രൂ ഓർ ഫാൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഒരു 5 ട്രൂ ഓർ ഫാൾസ് ആണ്. ചിൽഡ്രൻ ആർ നോട്ട് കൺസ്യൂമർ. ചിൽഡ്രൻ എന്ന് പറയുന്നത് കൺസ്യൂമർ അല്ല എന്നുള്ളതാണ്. അത് ഫാൾസ് ആണ്. സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാവരും കൺസ്യൂമർ ആണ്. രണ്ടാമത് സെയിൽസ് പേഴ്സൺ ആർ നോട്ട് ഓൺലി ദി സോഴ്സസ് ഓഫ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ആണ്. വിൽപ്പന നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ശരിയാണ്. അദ്ദേഹം വേണമെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. മൂന്നാമത്തെ when the goods are available at a lower price it is wise to buy them as much quantity. ഗുഡ്സ് എന്ന് പറയുന്നത് ലോവർ പ്രൈസിൽ അവൈലബിൾ ആകുക എന്ന് പറയുന്നത് അത് കൂടുതൽ വാങ്ങുക എന്നുള്ളതല്ല. അവിടെ ഡിമാൻഡ് ഉണ്ടാകും, കൂടുതൽ വാങ്ങുക എന്നുള്ളത് അല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് വാങ്ങാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് അവിടെ വാങ്ങാൻ പറ്റുള്ളൂ. അതിൽ പരിധി നമുക്ക് വാങ്ങാൻ കഴിയില്ല. ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് അമിതമായി വാങ്ങിയാൽ അവിടെ കേടുന്നു പോകും. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ആശയമാണ്. റൂം കൂളേഴ്സ് ആൻഡ് ഫാൻ ഷുഡ് ബി ബോട്ട് പ്രിഫറബിളി വിന്റർ. റൂം കൂളറും അത് ഫാനും നമ്മൾ വാങ്ങുന്നത് വിന്ററിലാണ് എന്നുള്ളതാണ്. അതും എന്താണ് ട്രൂ ആയിട്ട് വരുന്നതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ എക്സ്പെൻസീവ് ഡ്യൂറബിൾ ഗുഡ്സ് ഇൻസ്റ്റാൾമെന്റ് റാദർ ദാൻ നോട്ട് സ്മാൾ. അതായത് ഈട് നിൽക്കുന്ന സാധനങ്ങൾ, വലിയ വില കൂടിയ സാധനങ്ങൾ ഇൻസ്റ്റാൾമെന്റായി വാങ്ങുക, തവണകളായി വ്യവസ്ഥകളായി വാങ്ങുകയാണ് മൊത്തത്തിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും മെച്ചം എന്നുള്ളത്. അതും ശരിയാണ്. ഇനി fill in the blanks. MRP is the dash price at which product should be sold. MRP എന്ന് പറയുന്നത് മാക്സിമം പ്രൈസ് ആണ്. ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിൽ അതിന്റെ പാക്കിമ എഴുതിയ വില എന്ന് പറയുന്നത് അത് മാക്സിമം വിലയാണ്. അതിനേക്കാൾ കൂടി വിൽക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ആ വിലയോ അതിന് താഴെയുള്ള വിലക്കോ വിൽക്കണം. രണ്ടാമത്തെ ഫുഡ് ഐറ്റം ലോസ് ഹാവ് ഹൈ ചാൻസ്. ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ലൂസിൽ കൊടുക്കുന്നത് എന്തിനും കാരണമാവും? മായം ചേർക്കം, അഡൾട്രേഷന് കാരണമാവും. മൂന്നാമത്തെ ഹൈഡിങ് എവേ ഓഫ് സ്കാർസ് പ്രൊഡക്റ്റ് ആൻഡ് ദർ സെയിൽ അറ്റ് ഹൈ പ്രൈസ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ ക്ഷാമം വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഹൈ വിലക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതിനാണ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തത് സെയിൽ ഓഫ് സ്മാർട്ട് കേക്ക് ലാർജ് പ്രാക്ടീസ് ഡാഷ് ഡിസെപ്ഷൻ. സെയിൽ എന്ന് പറയുന്നത് സോപ്പ് ചെറിയ പാക്കറ്റ് ചെറിയ സാധനം വലിയ പാക്കറ്റിലാക്കി ആക്കുന്നതിനാണ് എന്ന് പറയുന്നത് അതിനെ ഡിസെപ്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ഷോപ്പ് കീപ്പർ ആൻഡ് മാനുഫാക്ചർ ഷുഡ് പ്രൊവൈഡ് ദി കൺസ്യൂമർ വിത്ത് ഷോപ്പ് മാനുഫാക്ചറും ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ ഒരു കടയിൽ വരുന്ന ആളുകളോട് കൺസ്യൂമറിനോട് അവിടുത്തെ സെല്ലർ, ഷോപ്പ് കീപ്പർ ആയിക്കോട്ടെ, മാനുഫാക്ചർ ആയിക്കോട്ടെ, ഉൽപ്പന്നത്തിന്റെ ഫുള്ള് വിവരങ്ങൾ അവിടെ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ വരുന്ന 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യണം. അതിൻ്റെ ആൻസർ അതിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ NSന്റെ SSLC +2 കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം, വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC ഉണ്ട്. നിങ്ങൾ സെൻറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് മൊബൈലിൽ പരീക്ഷ എഴുതാം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിൽ വരുന്ന സമയത്ത് എക്സാം എഴുതാം. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ
കോൺടാക്ട് നമ്പർ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.